ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ BJP വമ്പൻ വിജയം നേടിയിരിക്കുകയാണ്. അതായത് 12-ൽ 10 തൂത്തുവാരി BJP വിജയിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ BJPയുടെ വിജയം, അതും ന്യൂഡൽഹിയിൽ BJPയുടെ കുതിപ്പ് ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുകുത്തിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എടുത്തു പറയാനായിട്ട് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ MCD പ്രത്യേക കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ 12 പ്രത്യേക കമ്മിറ്റികളിൽ 10 എണ്ണത്തിലും ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ നേടി ഭാരതീയ ജനതാ പാർട്ടി നിർണായക വിജയം ഇപ്പോൾ നേടിയിരിക്കുകയാണ്. ഡൽഹിയിൽ നഗരസഭയുടെ ഭരണ ചട്ടക്കൂടിനുള്ളിൽ BJPക്ക് ലഭിച്ച ഒരു സുപ്രധാന സംഘടനാ വിജയമാണ് ഈ റിസൾട്ട് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ MCDയിലെ സഭാ നേതാവ് പ്രവേശൻ വാഹി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ അഭിനന്ദിക്കുകയും ഡൽഹി നിവാസികൾക്ക് മികച്ച പൗര സൗകര്യങ്ങൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ പൊതുജനക്ഷേമത്തിന് മുൻഗണന നൽകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി കൂട്ടായി പ്രവർത്തിക്കാനുള്ള അവസരമാണിതെന്നും ഈ കമ്മിറ്റികൾ പരമാവധി കാര്യക്ഷമതയോടെയും സമർപ്പണത്തോടെയും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും വാഹി പറയുകയുണ്ടായി. ഡൽഹി മേയറായിട്ടുള്ള സർദാർ രാജ ഇക്ബാൽ സിംഗ്, ഡെപ്യൂട്ടി മേയർ ജയ് ഭഗവാൻ യാദവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശക്തി ശർമ്മ, മറ്റു മുതിർന്ന BJP നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ അവർ വിജയത്തെ പ്രശംസിക്കുകയും വികസന ഭരണത്തിനായുള്ള ഏകീകൃത സമീപനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ അഭിനന്ദിക്കുന്നതിനിടെ ഈ പ്രത്യേക സമിതികളുടെ രൂപീകരണം തന്നെ ത്വരിതഗതിയിലുള്ള വികസനത്തിനും മുനിസിപ്പൽ സേവനങ്ങൾ സുഗമമാക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് മേയർ ഊന്നി പറയുകയുണ്ടായി. നഗരഭരണത്തിൽ കമ്മിറ്റികൾ പുതിയ നാഴികക്കല്ലുകൾ കൈവരിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 2.5 വർഷമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പിടിവാശിയും കുത്തകയും കാരണമാണ് ഈ കമ്മിറ്റികളുടെ രൂപീകരണം വൈകിയതെന്ന് വാഹി ആരോപിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഇപ്പോൾ കമ്മിറ്റികൾ നിലവിൽ വരുന്നതോടെ നാഗരിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. MCDയുടെ വികസന അജണ്ടയ്ക്ക് നേതൃത്വം നൽകിയതിനും മാർഗനിർദ്ദേശം നൽകിയതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെയും ഡൽഹി BJP നേതാവ് ശ്രീമതി രേഖ ഗുപ്തയെയും സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവയെയും വാഹി പ്രശംസിക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു വിജയം കഴിഞ്ഞ 2.5 വർഷമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ശേഷമുണ്ടാകുന്ന ഒരു വലിയ നിർണായക വിജയം തന്നെയാണ് ഇതെന്നുള്ളത് ഉറപ്പാണ്. ആം ആദ്മി ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസ് നോക്കുകുത്തിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും BJP ഡൽഹിയിൽ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ വഴിമാറിയിരിക്കുന്നു ഡൽഹിയിൽ എന്നുള്ളത് ഈ വിജയത്തോടെ തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.